ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നമ്മുടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിൻ്റെ ഒരു ദീനരോദനം കേട്ടു. അദ്ദേഹത്തിൻ്റെ രോദനം ഇതാണ്: നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് ആദ്യ കുർബാനയ്ക്ക് പരിശീലനം കൊടുക്കുവാൻ പോലും കന്യാസിമാരെ കിട്ടുന്നില്ലെന്ന്. കന്യാസിമാരെ കിട്ടാനില്ല, ദൈവവിളി കുറഞ്ഞു പോയെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. വെൽ പിതാവേ, എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയട്ടെ, നമുക്ക് കന്യാസിമാർ ഇഷ്ടം പോലെയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കന്യാസിമാർ പെർ ക്യാപിറ്റ ഉള്ള സംസ്ഥാനം കേരളമാണ്, കത്തോലിക്ക സഭയിൽ. പക്ഷേ അവരെല്ലാവരും കർത്താവിൻ്റെ വിദേശ മുന്തിരിത്തോപ്പുകളിൽ ജോലി ചെയ്യുകയാണ്. ഞാനിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് കന്യാസിമാരും അച്ഛന്മാരും ഇവിടുന്ന് കയറിപ്പോവുകയാണ്. പണ്ടത്തെ പോലെ ദൈവവിളി ഇല്ല എന്ന് മാർ തറയിൽ പരാതി പറയുന്നു. അത് ഞങ്ങളോട് പരാതി പറഞ്ഞിട്ട് എന്ത് കാര്യം? പരാതി പറയേണ്ടത് ദൈവത്തോടാണ്. ദൈവം വിളിക്കാതെ എങ്ങനെ പെൺപിള്ളേർ പോകും? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ശതമാനം കന്യാസിമാർ വിദേശ മുന്തിരിത്തോപ്പുകളിൽ പോവുകയാണ്. ഡോളർ, യൂറോ എന്നിവ കൊയ്യുവാനായിട്ടാണ് അവരങ്ങോട്ട് പോയിരിക്കുന്നത്. വേറൊരു സംഗതി ഞാൻ വീണ്ടും കേരളത്തിലെ സീറോ മലബാർ അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ അമേരിക്കയിൽ ചെന്ന കാലത്ത്, അതായത് 1976-ൽ മഷിയിട്ട് നോക്കിയാൽ ഒരു മലയാളി കന്യാസിയെയോ ഒരു മലയാളി അച്ഛനെയോ അമേരിക്കയിൽ ചിക്കാഗോയിൽ ഒന്നും കാണാൻ കിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ അച്ഛന്മാരെയും കന്യാസിമാരെയും തട്ടിയിട്ട് നടക്കാൻ പാടില്ല എന്നുള്ള ഗതിയാണ്. അത് ഏതാണ്ട് 1980-ന് ശേഷമാണ് ഈ പ്രതിഭാസം അമേരിക്കയിൽ തുടങ്ങിയത്. അതിന് തുടക്കമിട്ടത് നമ്മുടെ ചിക്കാഗോയിൽ ഒരു രൂപത വന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ വിദേശ രൂപതകൾ, അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലെ രൂപതകളെല്ലാം ഒരുതരം മനുഷ്യക്കടത്ത് കേന്ദ്രങ്ങളാണ്. അവർ കന്യാസിമാരെയും വൈദികരെയും എളുപ്പത്തിൽ വിസ വാങ്ങി വിദേശത്തേക്ക് കടത്താനുള്ള വെറും ഏജൻസികൾ മാത്രമാണ്. അതിൻ്റെ ആ ബെനഫിറ്റ് ലഭ്യമാകുന്നത് പാലാ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, അതുപോലെ കൽതായ അനുഭാവമുള്ള രൂപതകളിൽ നിന്ന് മാത്രമുള്ള വൈദികർക്ക്, കന്യാസിമാർക്കും മാത്രമേ ആ വിദേശ രൂപതകളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ സേവനം ചെയ്യുവാനും അവിടുത്തെ മുന്തിരിത്തോപ്പിൽ പോയി കൊയ്യുവാനും, എറണാകുളം അതിരൂപതയെ പോലെ കൽതായ വിരുദ്ധ രൂപതകളിൽ നിന്നുള്ള അച്ഛന്മാർ കണി കാണണ്ട, അവർ സ്വപ്നം കാണണ്ട, അവർക്കത് നിഷിദ്ധമാണ്, അവർക്കത് കിട്ടില്ല. പക്ഷേ ആയിരക്കണക്കിന് അച്ഛന്മാർ ഈ നമ്മുടെ സീറോ മലബാർ രൂപതകളിൽ മാത്രമല്ല, വലിയ മഹാരാജ്യം, ഈ ഇന്ത്യയുടെ 3 ഇരട്ടിയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ തന്നെ കാനഡയും, അതുപോലെ തന്നെ ഓസ്ട്രേലിയയും, ഇവിടെയൊക്കെ ആയിരക്കണക്കിന് അച്ഛന്മാരും ആയിരക്കണക്കിന് കന്യാസിമാരുമാണ് പോയിരിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അണ്ടർ ദ റേഡാർ ആണ് പോകുന്നത്. അവിടെ സ്പോൺസർ ചെയ്യുന്നു, അവിടെ പോകുന്നു. ഞങ്ങൾക്ക് ഇത്ര പേരെ വേണം ഇവിടെ. സർക്കാർ അമേരിക്കയിലേക്കാണെങ്കിൽ നമ്മുടെ ചാൻസലറുടെ ചിക്കാഗോ രൂപത റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും വിസ കൊടുക്കും. അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസ്, UK ആയാലും, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും എല്ലാം ഇങ്ങനെ തന്നെ. അപ്പോൾ ഒത്തിരി പേര് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. അതാണ് ഇവിടെ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം. ആർച്ച് ബിഷപ്പ് മാർ തറയിൽ എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയട്ടെ, അങ്ങ് ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വിടുവായത്തരം പറയുക. Thank you very much.